കൊച്ചി കുണ്ടന്നൂർ പാലം ചൊവ്വാഴ്ച രാത്രി അടയ്ക്കുമെന്ന് മരട് നഗരസഭാ ചെയർമാൻ ആന്റണി ആശാൻ പറമ്പിൽ. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഇന്നലെ പോയി അവിടെ നമ്മുടെ എ സി ഓഫീസിൽ ഞങ്ങൾ യോഗം കൂടി. ആ കൂടിയ തീരുമാനപ്രകാരമാണ് നമുക്ക് ചൊവ്വാഴ്ച രാത്രി മുതൽ ഇതിൻ്റെ വർക്ക് തുടങ്ങി വ്യാഴാഴ്ച രാത്രി എന്ന് വെച്ചാൽ വെള്ളിയാഴ്ച നേരം വെളുക്കുമ്പോൾ നമുക്കിത് തുറന്നു കൊടുക്കാൻ സാധിക്കുമെന്നാണ് തീരുമാനം. അതിപ്പോൾ ഈ പറയുന്ന പോലെ ഇന്ന് കാണുന്ന പോലത്തെ മഴയുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അത് വീണ്ടും മാറ്റി വെക്കേണ്ടി വരും. കാരണം മഴയത്ത് ടാർ ചെയ്യാൻ സാധിക്കില്ല. അപ്പം മഴ ഇല്ല എങ്കിൽ നമുക്ക് ഈ പറയുന്ന ചൊവ്വാഴ്ച രാത്രി അടക്കാമെന്നാണ് തീരുമാനം ഉണ്ടായിട്ടുള്ളത്. അടച്ചിടാൻ പോകുന്ന കുണ്ടന്നൂർ പാലത്തിന്റെ മുകളിൽ നിന്ന് വിഷ്ണു സുരേഷ് നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ്. പറയൂ വിഷ്ണു. ഗുഡ് മോർണിംഗ്. കുണ്ടന്നൂർ തേവര പാലം ചൊവ്വാഴ്ച രാത്രി 11 മണിയോടുകൂടി അടച്ചിടും അറ്റകുറ്റപ്പണികൾക്കായി എന്നാണ് ഇന്നലെ ചേർന്ന യോഗത്തിൽ തീരുമാനമായിരിക്കും. പരിതാപകരമാണ് ഈ പാലത്തിന്റെ അവസ്ഥ. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഇത് ഈ പാലത്തിന്റെ തുടക്കമാണ്. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പൂർണ്ണമായും എല്ലായിടങ്ങളിലും കുഴികളുണ്ട്. ഈ കുഴികൾ വലിയ അപകടങ്ങൾക്ക് കാരണമാകുന്നു. പ്രത്യേകിച്ച് ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിക്കുന്ന ആളുകളാണ് ഈ അപകടത്തിൽപ്പെടുന്നത്. ഇവർ ഈ ബൈക്കുമായി വന്ന് ഈ കുഴികളിലേക്ക് വീഴുകയും അവിടെ നിന്ന് തെറിച്ച കണ്ടെയ്നർ ലോറികൾക്കടിയിലേക്ക് പോയി മരണപ്പെടുന്ന സാഹചര്യങ്ങളുണ്ടായി. കഴിഞ്ഞ വർഷം മാത്രം 2 പേരാണ് ഇത്തരത്തിൽ മരിച്ചത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് എത്രയും പെട്ടെന്ന് ഈ കുഴികൾ അടക്കാനുള്ള തീരുമാനത്തിലേക്ക് വലിയ പ്രതിഷേധങ്ങൾക്ക് ശേഷം ഈ ദേശീയപാത അധികൃതരെല്ലാം തയ്യാറായിരിക്കുന്നത്. 2 ദിവസം കൊണ്ട് പരമാവധി അറ്റകുറ്റപ്പണി പൂർത്തിയാക്കും. ഇത് പൂർണ്ണമായും ശരിയാക്കണമെങ്കിൽ 1.5 മാസം വേണമെന്നാണ് പറയുന്നത്. പക്ഷേ ആ 1.5 മാസം വലിയ കാലയളവാണ്. അതുകൊണ്ട് അതിന് താൽക്കാലികമായി 2 ദിവസത്തിനുള്ളിൽ പരമാവധി കുഴികൾ അടക്കാം എന്നൊരു തീരുമാനത്തിലാണ് ഇന്നലെ എത്തിയത്. ബദൽ സംവിധാനം ഒരുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബദൽ സംവിധാനം ഒരുപക്ഷെ ഈ മരട് ഭാഗത്ത് നിന്ന് കുണ്ടന്നൂർ പ്രദേശങ്ങളിലേക്ക് എത്തുന്ന ആളുകൾക്ക് ഫോർട്ട് കൊച്ചിയിലേക്ക് പോകണമെങ്കിൽ അരൂര് വഴി കറങ്ങി കണ്ണങ്ങാട്ട് പാലം തുടർന്ന് അവിടെ നിന്ന് തോപ്പുംപടിയിലേക്ക് പോകണം. അതല്ല എങ്കിൽ എറണാകുളം ടൗണിൽ ചെന്ന് തോപ്പുംപടിയിലേക്ക് പോകണം. അങ്ങനെ 2 തരത്തിലാണ് നിലവിൽ ബദൽ മാർഗങ്ങൾ ഒരുക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. 2 ദിവസത്തിനുള്ളിൽ ഈ പണി ഏറെക്കുറെ പൂർത്തിയാക്കാനാകുമെന്ന പ്രതീക്ഷയാണ്. വെള്ളിയാഴ്ചയോടുകൂടി പാലം വീണ്ടും ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച ശേഷം ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കും. താങ്ക് യു വിഷ്ണു സുരേഷ്.